നമസ്കാരം. ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറയായിട്ട് നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിന്നൊരു സൺഡേ ഒരു ട്രിപ്പൊക്കെ പോവാണ്. ട്രിപ്പെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ട് വീട്ടിൽ വരെ പോകും. അമ്മയെ കാണാൻ പോകും. അപ്പോൾ അമ്മ കടയ്ക്കൽ ചിതറയെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കുളത്തപ്പുഴ ആറായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പിടിക്കുക. കുറേ നല്ല കാഴ്ചകളൊക്കെ പോയില്ലേ, ഡാമിൻ്റെ അവിടെ, ചെക്ക് ഡാമിൻ്റെ അവിടെയൊക്കെ പിടിക്കാമായിരുന്നു. ഞങ്ങൾ ഇന്നലെ കുളത്തപ്പുഴയായി. ഇന്നലെ നല്ലൊരു മഴയൊക്കെ പെയ്തു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കഴുതട്ടി കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കഴുതട്ടിയിലൊന്നും മഴ പെയ്തിട്ടില്ല. നമ്മുടെ അവിടെ ഒരു 3/4 മണിക്കൂർ അടിപൊളി മഴയായിരുന്നു. ചൂടിന് ഒരു ചെറിയ ശമനം, വേനൽ മഴ. നമ്മള് കുളത്തൂപ്പുഴ എത്താറായി. അതെ, കുളത്തൂപ്പുഴ കഴിഞ്ഞ് വേണം ചിതറയിലോട്ട് പോകാൻ. അമ്മയും അനിയത്തിയൊക്കെ അവിടെയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കുളത്തൂപ്പുഴയിലോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ എക്സ് സർവീസ് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു. എക്സ് സർവീസിലൊരു നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് ചെത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ കുളത്തൂപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തൂപ്പുഴ കടകളൊക്കെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് തുറക്കുമില്ലെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, തുറക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. എല്ലാ കടകളൊക്കെ തുറന്നു എന്ന് ചോദിച്ചാൽ ചില ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്, ചിലയിടം തുറന്നിട്ടില്ല. നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അന്നേരം ഒരു കടയിൽ കയറണം. നമ്മൾ സ്ഥിരമായിട്ടൊരു ബേക്കറി കയറുന്നുണ്ട്, അവിടെ കയറാം. അപ്പം നമ്മൾ കുളത്തൂപ്പുഴ ധർമ്മശാസ്താവിൻ്റെ നാടാണ്. നമ്മളിന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ ചൊല്ലി ഇങ്ങനെ വന്നതാണ്. പക്ഷെ പറ്റിയില്ല, ഇച്ചിരി ലേറ്റായി പോയി. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കയറാമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറാൻ പോവുകയാണ്. കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അതിനായിട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി ഇനി കുളത്തൂപ്പുഴ ടൗൺ നമ്മളിങ്ങനെ പാസ് ചെയ്യുകയാണ്. ടൗണൊക്കെ ഈ ഭാഗത്ത് ഞങ്ങൾക്ക് നേരത്തെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത്, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ സമയത്ത് ഈ ഭാഗത്ത് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പലചരക്ക് കടയുണ്ടായിരുന്നു. അതിന് മുമ്പ് എൻ്റെ അച്ഛനൊക്കെ ഇവിടെ തുണിക്കച്ചവടം നടത്തിയിരുന്നു. തുണിക്കച്ചവടം, ടെക്സ്റ്റൈൽസ്, ശ്രീമാ ടെക്സ്റ്റൈൽസ് എന്നായിരുന്നു പേര്. പിന്നെ നമ്മൾ കുളത്തൂപ്പുഴ പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി. ഇനി പെട്രോൾ അടിക്കാനായിട്ട് പമ്പിലേക്ക് കയറുകയാണ്. ഇത് കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ തന്നെ. ഈ വഴി പോകുമ്പം കുളത്തൂപ്പുഴ സ്കൂളാണ്, ഈ അടുത്ത വഴിയിലൂടെ. നേരത്തെ എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ താമസിച്ചിരുന്ന ഈ ജംഗ്ഷനോട് അടുത്ത പ്രദേശങ്ങളിലാണ്. ഇവിടെ ചെറിയ ഒരു ശിവനടയുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ വരുമായിരുന്നു. ആ അമ്പലമാണിത്, കണ്ടോ, പാസ് ചെയ്തു. ഇതാണ് ആ അമ്പലം. പിന്നെ ഇത് ഞങ്ങളുടെ വീടിനോട് ഞങ്ങൾ നേരത്തെ താമസിച്ച സ്ഥലമാണ്. ഇവിടെ ആനക്കൂട് ശിവക്ഷേത്രം എന്ന് പറയും, നാടൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. കണ്ട് ഇപ്പോൾ കാണാൻ പറ്റുമോ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുളത്തൂപ്പുഴ ജംഗ്ഷൻ പാസ് ചെയ്തു. ഇനി കുളത്തൂപ്പുഴ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് കിടക്കണം. അങ്ങനെ ആ ഭാഗത്തിന് അമ്പലക്കടവ് എന്ന് പറയും. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ആ ഭാഗത്ത്. ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, അന്യസംസ്ഥാനത്തിൽ നിന്നൊക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തൊഴുവാൻ ആളുകൾ വരും, ഭക്തജനങ്ങൾ വരും. എല്ലാ വർഷവും വരും. ഇപ്പോൾ വിഷുവൊക്കെ അടുത്ത് വരുമല്ലേ, വിഷുവിന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് കാലുകുത്താൻ, ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത പോലെ വൻ തിരക്കായിരിക്കും. 10 ദിവസത്തെ ഉത്സവമായിരിക്കും. കാരണം നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഇടത്തോട്ട് തിരിയണ്ട. ഇതാണ്, ഒന്ന് സ്ലോ ചെയ്യട്ടെ, കണ്ടോ, ഇതാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി. കണ്ടോ, ആ കാണുന്നതാണ് ക്ഷേത്രം. അങ്ങോട്ടാണ് ആ വണ്ടിയൊക്കെ പോകുന്നത്. കണ്ടോ, ക്ഷേത്രത്തിൻ്റെ നടയാണ് ആ കാണുന്നത്. ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെയും പരിസരവും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. ഉടനെ ചേർക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വിഷുവിന് വരുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ശരി.
അപ്പം നമ്മൾ കൊളത്തുപുഴ അമ്പലത്തിൻ്റെ ഭാഗം പാസ് ചെയ്തു. ഇപ്പം ഇവിടെ ഇപ്പം ഡിപ്പോ എന്ന് പറയുന്ന ഭാഗത്തോട്ട്, ആ ഭാഗത്താണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതെ, ഈ ഭാഗത്താണ് ഒരു തിയേറ്റർ ഉണ്ട്, ഒരു ഓഡിറ്റോറിയം ഉണ്ട്. തിയേറ്റർ ആയിരുന്നു നേരത്തെ, ഒരു സിനിമ തിയേറ്റർ ആയിരുന്നു. ഇവിടെ വെച്ചായിരുന്നു. ഇതാണ് ഷേർലി ഓഡിറ്റോറിയം. എൻ്റെയും ചേട്ടൻ്റെയും കല്യാണമൊക്കെ നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. ഇത് ഫോറസ്റ്റുകാരുടെ ഏരിയയാണ്, അവരുടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണിത്. ഫോറസ്റ്റ് ഏരിയയാണ്, ഫോറസ്റ്റുകാരുടെ ഏരിയയാണ്. ഇപ്പോഴാണ് ഈ വലിയ മതിലുകളും കാര്യങ്ങളൊക്കെ വന്നത്. ഒരുപാട് വികസനമൊക്കെ ഉണ്ടായി. കോട്ടേഴ്സും കാര്യങ്ങളും ഫോറസ്റ്റുകാരുടെ വകയായിട്ട് ഒരുപാട് വികസനമായ കാര്യങ്ങൾ ഫോറസ്റ്റുകാർ ചെയ്തിട്ടുണ്ട്. ഇത് 7th ഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് ഈ സ്കൂളിലാണ് LKG UKG ഒക്കെ പഠിച്ചിരുന്നത്. ഈ ഭാഗം എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട് നിൽക്കുന്ന ഭാഗമാണ്. എൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീടുകളാണിത്. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ അച്ഛൻ്റെ കുടുംബ വീടാണ്. ഒരു ദിവസം ആ വീടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചിതറയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിതറയുടെ ഭാഗങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ ചെല്ലും, കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അതിനിടയ്ക്ക്. ഇതിനിപ്പം നമ്മൾ കലുട്ടാങ്കുഴി എന്ന് പറയുന്ന ഭാഗമാണ്. കല്ലുട്ടാങ്കുഴിയുടെ അടുത്തുള്ള പ്രദേശങ്ങളായിരുന്നു. ഞങ്ങൾ ആദ്യം കല്ലുട്ടാങ്കുഴിയിലായിരുന്നു ഞങ്ങൾ വീട് വെച്ചിരുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കൊളത്തുപുഴ ജംഗ്ഷനിലോട്ട് മാറി. എൻ്റെ ബാല്യകാലമൊക്കെ ഈ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഒരു കൊളത്തുപുഴ ദേശക്കാരാണ്. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോയതാണ് മാമ്പഴത്തറയിൽ. ഇവിടാണ് നമ്മുടെ പഴയ കല്ലുട്ടാങ്കുഴി. ഞങ്ങളുടെ ബാല്യകാലം ഇവിടെ ആയിരുന്നു. ബാല്യകാലം. അതെ, ഇവിടെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട്. പഴയ വീട് ഇതിലാണ്. അതാ സൂം ചെയ്ത് അടുത്തോട്ട് നിർത്തുക. ആ വീടിന്റെ അടുത്തോട്ട് ബോർഡ് കാണിച്ചു. കണ്ടോ, ഇത് കല്ലുട്ടാങ്കുഴി എന്നുള്ള ബോർഡ് കണ്ടോ? ഇതിനോട് ഓപ്പോസിറ്റ് ഇതായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന വീടാണ്. ഇതിപ്പം നമ്മളത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കൊളത്തുപുഴ ജംഗ്ഷനിലോട്ടായി. പിന്നെ എന്നെ വിവാഹം കഴിച്ച് മാമ്പഴത്തറയിൽ കൊണ്ടുപോയി. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആർസിലാണ്. ബോർഡ് കണ്ടോ? കല്ലുവട്ടാങ്കുഴി എന്ന് പറയുന്ന ബോർഡ്. ചിതറ അടുക്കാറായി വരുന്നു. മഴയുടെ നല്ല കോളുണ്ട്. അതാണ് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് തെളിവ് കുറവ്. നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് വീട്ടിൽ അറിയിക്കാതാണ്. അവിടെ ഇനി ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഇന്ന് ഞായറാഴ്ചയൊക്കെയല്ലേ, നാളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ചോഴിക്കോട് മടത്തറ ഭാഗങ്ങൾ ഇപ്പം മടത്തറ ആയോ കേട്ടാ? മടത്തറ ആയില്ല. ചോഴിക്കോട് കഴിഞ്ഞു. ഇനി മടത്തറ ഭാഗത്തോട്ട് പോവുകയാണ്. മടത്തറ ചെന്ന് തിരിഞ്ഞ് ഉണ്ണിമുക്കൊക്കെ ചെന്ന് വേണം പോകാൻ. വീട്ടിന് ആളുണ്ടോയെന്ന് നമുക്ക് ചെന്നാൽ അറിയാം. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ മടത്തറ എത്തി. ഇത് കണ്ടോ മടത്തറ ബോർഡ്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോവാം. ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് പോകുമ്പം തിരുവനന്തപുരത്തേക്ക്, വലത്ത് തിരിഞ്ഞ് പോകുമ്പോൾ കടയ്ക്കൽ ചിതറ റൂട്ട് ആ പ്രദേശമാണ്. നമ്മളിപ്പം വലത്ത് തിരിഞ്ഞാണ് പോകുന്നത്. നേരെ ഇടത്ത് തിരിഞ്ഞ് പോകുമ്പോൾ അണ്ടേ ഈ റൂട്ട് തിരുവനന്തപുരത്തോട്ടാണ്. നമ്മളിപ്പം വലത്തോട്ടാണ് പോകുന്നത്. വലത്തോട്ട് ഉണ്ണിമുക്ക് ചെന്നിട്ട് ചിതറ. അതിന് നമ്മളിപ്പം പ്രോപ്പർ മടത്തറ എത്തി. മടത്തറ ജംഗ്ഷനാണിത്. നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കൊളത്തുപുഴയുടെ അത്ര വലിയ ടൗൺ അല്ല, എങ്കിലും അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉള്ള ഒരു ടൗണാണ്. ഇപ്പോൾ നമ്മളെവിടെത്തി? ഉണ്ണിമുക്ക് ആവാറായി അല്ലയോ? അപ്പം നമ്മൾ ഉണ്ണിമുക്ക് ജംഗ്ഷനിലെത്തി. ചിതറയിലോട്ട് തിരിയുന്ന ഭാഗമാണ്.
ഇവിടാണ് എല്ലാവരും വന്ന് ഇപ്പോൾ ചിതറയിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നാണ് കടയ്ക്കലോട്ടും ചിതറയിലോട്ടും ഒക്കെ പോകാൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും എല്ലാം കൂടെയാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. അന്നേരം നമ്മൾ ഉണ്ണിമുക്കിന്ന് വലത്ത് തിരിഞ്ഞാണ് ചിതറയിലേക്ക് പോകുന്നത്. ചെറിയൊരു ബൈ റൂട്ടാണ്. ഇനി കുറച്ചുകൂടി മതി വീട്ടിലേക്ക് പോകുന്നതിന്. അപ്പം നമ്മൾ വീടടുക്കാറായി. അനിയത്തിയുടെ വീട്ടിലോട്ട് പോകുന്ന ഭാഗമാണിത്. അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് സംശയമാണ്. നമുക്ക് നോക്കാം, അവരവിടെ കാണുമായിരിക്കും. എന്തായാലും വീട് വരെയുള്ളതെങ്കിലും നമുക്ക് പിടിക്കാം വീഡിയോ, ഇല്ല ചേട്ടാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയോന്നൊരു സംശയമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ചെല്ലുമ്പോൾ അറിയാം. കട്ട് ചെയ്ത അപ്പം ആ അപ്പൂപ്പൻകാവിൻ്റെയൊക്കെ കാണിക്കണോ? അതെ, അത് പറയാനൊന്നും എനിക്കറിയത്തില്ല. അവിടെ അപ്പൂപ്പൻകാവാണെന്ന്, കാവാണെന്ന്. ഇതാണ് ആ ആലെന്നൊക്കെ പറയാം. സ്ലോ ചേട്ടാ, ഇനി അങ്ങോട്ട് നിന്നിട്ട് പിടിക്കാം. വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ വീട് പിടിക്കേ. ഗ്ലാസ് ഒന്നും താഴ്ക്കണേ, ഹോൺ അടിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ അവർ കണ്ടാലേ. അപ്പം നമ്മളെ വീടെത്തി. ഇതാണ് വീട്. വീട്ടിലെത്തി, ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടം വരെയുള്ള യാത്രാ വിവരണങ്ങളാണ് കാണിച്ചത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.